മുത്തശ്ശി ചോദിക്കുക, മോളെ നീ ബഹിരാകാശത്തേക്ക് പോയിട്ട് ദൈവത്തെ കണ്ടുവോ ചോദിക്കുകയാണ്. അപ്പോൾ റഷ്യയിലെ സാഹചര്യത്തിൽ വളർന്നു വന്ന വാലന്റീന ഒരു നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ ചോദിക്കുന്ന അമ്മൂമ്മയെ അവൾക്ക് വിഷമിപ്പിക്കാനും പാടില്ല. അപ്പൊ അവൾ എന്ത് പറഞ്ഞു, അമ്മൂമ്മേ ഞാൻ പോയത് ആ വഴി കൂടി അല്ലാന്ന്. അപ്പൊ ആ വഴി കൂടി അല്ല എന്ന് പറയുമ്പോ അമ്മൂമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, മോളെ നീ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന്. അപ്പൊ നമ്മൾ വാലന്റീന ടെരഷ്കോവയെ കുറിച്ച് നമ്മൾ പറഞ്ഞ കേവലമായി നമ്മൾ അവരുടെ ബയോഗ്രഫി പറയുന്ന ഒരു ലേഖനത്തിനപ്പുറം എങ്ങനെയാണ് അതിന്റെ തലം മാറിയത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അപ്പം റൊണാൾഡ് റോസ് മലമ്പനിയുടെ രോഗാണുവിനെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ്. മോസ്കിറ്റോ നെറ്റിന്റെ ഉള്ളില് മലമ്പനി ബാധിച്ച ഒരാളെ കിടത്തിയിട്ട് 8 കൊതുക്കളെ കൊണ്ട് അദ്ദേഹത്തെ കടിപ്പിക്കുകയാണ്. ഓരോ പ്രാവശ്യം കടിക്കുന്നതിനും ഒരെണ്ണയാണ് പ്രതിഫലം കൊടുത്തത്. അങ്ങനെ 8 പ്രാവശ്യം ഈ മനുഷ്യനെ കൊതുക് കടിക്കുകയും 8 എണ്ണ പ്രതിഫലം കൊടുക്കുകയും ആ മോസ്കിറ്റോനെ കൊണ്ടുവന്ന് അദ്ദേഹം അത് പരിശോധിക്കുകയും പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ട് ഭാര്യയ്ക്ക് എഴുതുന്ന വളരെ വൈകാരികമായ കത്തൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ അപ്പൊ എങ്ങനെയാണ് ഒരു തലം നമുക്ക് അതിന്റെ നമ്മൾ എഴുതുന്ന സാധനത്തിന്റെ തലം അതോടുകൂടി അങ്ങോട്ട് മാറിപ്പോയി. അപ്പൊ ആ രീതിയിൽ എങ്ങനെയാണ് ഇതിപ്പോ കഥയ്ക്കും കവിതയ്ക്കും ഒക്കെ അതേപടി ശാസ്ത്രം അതിനകത്ത് കുത്തി നിറയ്ക്കണം എന്നുള്ളതല്ല. പക്ഷെ അശാസ്ത്രീയത എന്ന് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ മുള്ളാത്ത കഴിക്കണതോ അല്ലെങ്കിൽ എല്ലാ ഫേക്ക് ന്യൂസുകളും ഫേക്കാണെന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ അറിയാതെ അതിങ്ങനെ ഷെയർ ചെയ്ത് പോകും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമ്മുടെ കുട്ടികളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാക്കേണ്ട വലിയൊരു ബാധ്യത നമുക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടണം. ഋതുക്കളും കാലവും സമയവും പറയുമ്പോഴാണ് അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഒരു പൊട്ട കാലമുണ്ടോ, പൊട്ട സമയമുണ്ടോ, പൊട്ട ആഴ്ചയുണ്ടോ, അതൊരു ദുശ്ശകുനമാണോ? രാഹുകാലം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് എന്ന് നമുക്ക് പറയാൻ നമുക്ക് ധൈര്യമില്ല മുട്ടുറച്ച് പറയാനായിട്ട്. കാരണം എൻ്റെ പൊതുബോധം അതാണ്. എനിക്ക് പേടിയാ ആ സമയത്ത് അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കയറി പാർത്തിട്ടുണ്ടെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു സാധനം ഞാൻ വളർന്നു വന്ന നമ്മുടെ കുറ്റല്ല, ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യത്തിലൂടെ അങ്ങനെയുള്ള ഒരു പൊതുബോധം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഏത് സമയവും നല്ലതാണ്. ഇപ്പൊ നിർത്താട്ടോ കാര്യങ്ങൾ.